യാക്കോബ് 5:15. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുവാനിടയായി തീർന്നത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. എന്തിനോടെങ്കിലും പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം വരണമെന്നില്ല, ശക്തി ഉണ്ടാകണമെന്നില്ല. പ്രാർത്ഥിക്കേണ്ടതിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട ചിലർ ദൈവത്തെ ഒരു ശക്തിയായിട്ട് കാണുന്നുണ്ട്, ചിലർ ദൈവത്തെ പ്രകൃതിയോട് ഉപമിച്ച് കാണുന്നുണ്ട്, ചിലർ ദൈവത്തെ ഏതെങ്കിലും വ്യക്തിയോട് ഉപമിച്ച് കാണുന്നുണ്ട്, ചിലർ ദൈവത്തെ ഒരു മിഥ്യയായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് മനുഷ്യൻ ദൈവത്തെ കാണുന്നത്. അനുഭവിക്കുന്ന നമുക്ക് പറയുവാൻ വേണ്ടി കഴിയും, ദൈവം ഒരു ശക്തിയല്ല, ദൈവം ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പലയിടങ്ങളിലും നമുക്കത് വെളിപ്പെട്ടതായിട്ട് കാണുവാൻ വേണ്ടി കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം വ്യക്തിയായിട്ട് വെളിപ്പെട്ട പല സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. പഴയ നിയമവും പുതിയ നിയമവും ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം വെളിപ്പെട്ട പല മേഖലകൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്, ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും സൗഖ്യവും വിടുതലും അനുഗ്രഹവും ഏത് വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുമോ അതിൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി കഴിയും. ഒരിക്കൽ മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണു. യേശു സാക്ഷാൽ ദൈവമെന്ന് മനസ്സിലാക്കിയ, യേശു സാക്ഷാൽ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ പള്ളിയുടെ പ്രമാണിയായ യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണിട്ട് അവൻ ഇപ്രകാരമാണ് പറയുന്നത്. ആമേൻ, സ്തോത്രം. എന്തോ പറയുന്നത്? എൻ്റെ കുഞ്ഞു മകൾ അത്യാസന്ന നിലയിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മരണത്തോട് മല്ലടിച്ച് ഇരിക്കുന്നു, അല്ലെങ്കിൽ ആയിരിക്കുന്നു. ഒരു കാര്യം, നീ വന്ന് അവളെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ കാൽക്കൽ വീണ് കരയുകയാണ്. അല്ലേ? 22-ാം വാക്യം വായിക്കുമ്പോൾ പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ്, എൻ്റെ കുഞ്ഞു മകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ. ഹല്ലേലൂയ. പള്ളിയുടെ പ്രമാണിയാണ് യായിറോസ്. സമൂഹത്ത് നിലയും വിലയുമുള്ള വ്യക്തിയാണ് യായിറോസ്. എല്ലാ മേഖലയിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് യായിറോസ്. ആ യായിറോസിന്റെ കുഞ്ഞുമകൾ രോഗം പിടിച്ച് മരണാസന്ന നിലയിൽ ആയിരിക്കുകയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ കാശില്ലാഞ്ഞത് കൊണ്ടല്ല, ആൾക്കാരില്ലാഞ്ഞത് കൊണ്ടല്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞത് കൊണ്ടല്ല. പക്ഷേ പള്ളിപ്രമാണിയായ യായിറോസിന് ഒരു കാര്യം അറിയാം. യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നാൽ, യേശു ക്രിസ്തു തൊട്ടാൽ, യേശു കൈവച്ചാൽ ആമേൻ സൗഖ്യം കിട്ടും, വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. വിടുതൽ കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ നേരെ ഓടിയത് ആശുപത്രിയിലല്ല,
മറ്റേതെങ്കിലും വ്യക്തിയുടെ അടുക്കലല്ല. സൗഖ്യം തരുവാൻ കഴിവുള്ള സൗഖ്യദായകനായ അത്ഭുതങ്ങളുടെ ആമേൻ രാജാവായ യേശുവിന്റെ അടുക്കലാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം യേശു ക്രിസ്തു അത്ഭുത മന്ത്രിയാണ്. യേശുവിന്റെ അടുക്കൽ വന്നാൽ വിടുതൽ കിട്ടുമെന്ന് യായിറോസിന് അറിയാം. അതുകൊണ്ട് നേരെ ഓടിയത്. പ്രിയരെ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ, നമുക്കൊരു കഷ്ടത വരുമ്പോൾ, നമുക്കൊരു ഞെരുക്കം വരുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഓടേണ്ട ഒരിടമെന്ന് പറയുന്നത്, പോകേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പോയാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ പോയാൽ, യേശുവിൻ്റെ അരികിൽ പോയാൽ നിശ്ചയമായിട്ടും നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരവും വിടുതലും ഉണ്ടാകും എന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പലരും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം ഓടുന്നത് മനുഷ്യന്റെ അരികിലേക്കാണ്. ആദ്യം ഓടുന്നത് ഇവിടത്തെ ഏതെങ്കിലും അധികാരികളുടെ അരികിലേക്കാണ്. ആദ്യം ഓടുന്നത് ഇവിടത്തെ ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അരികിലേക്കാണ്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാരികളുടെ അരികിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദികളുടെ അരികിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കൈനോട്ടക്കാരന്റെ അരികിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നം നോക്കുന്നവന്റെ അരികിലാണ്. ഇവരുടെയൊക്കെ അരികിലാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ അരികിൽ പോകുവാൻ അവർക്ക് സമയമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പോകുവാൻ സമയമില്ല. ദൈവത്തിന്റെ അരികിൽ പോകുവാൻ അവർ മെനക്കെടുന്നില്ല. മനുഷ്യരെല്ലാവരും കൈവിടുമ്പോഴാണ്, മനുഷ്യരെല്ലാവരും ഉപേക്ഷിക്കുമ്പോഴാണ്, മനുഷ്യർക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുവാൻ മനുഷ്യൻ ഒരുമ്പിടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതം കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയാണ്. നമ്മൾ പരാജയത്തിൽ നിന്ന് പരാജയത്തിന്റെ വക്കിൽ എത്തിക്കഴിയുകയാണ്. നമ്മൾ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ അനുഭവിച്ചു കഴിയുകയാണ്. ആദ്യമേ ദൈവസന്നിധിയിലേക്ക് വരാൻ മനസ്സു കാണിക്കാതെ പലതിൻ്റെയും പുറകെ പോയി നമ്മുടെ സമയം നഷ്ടം, നമ്മുടെ കാശ് നഷ്ടം, നമ്മുടെ എല്ലാം നഷ്ടമായി അവസാനം നമ്മൾ ഒട്ടിയ പേഴ്സുമായി, ക്ഷീണിച്ച ശരീരവുമായി അവസാനമാണ് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്കൊത്തിരി പേരെ അറിയാം ഈ ശുശ്രൂഷ കാലയളവിൽ. ഡോക്ടർമാർ കൈവിട്ട്, ബന്ധുക്കൾ കൈവിട്ട്, കുടുംബങ്ങൾ കൈവിട്ട്, സകലരും കൈവിട്ട് അവസാനം മരണത്തിന് വിധി എഴുതി മരണത്തിന്റെ വക്കിലെത്തിയ പലരും ഈ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവികമായ വിടുതലുകൾ പ്രാപിച്ചത് എനിക്ക് എണ്ണി എണ്ണി പറയുവാൻ വേണ്ടി കഴിയും കേട്ടോ. ഹല്ലേലൂയ. നല്ല ആസ്തി ഉണ്ടായിരുന്നവർ, സാമ്പത്തിക ശ്രേഷ്ഠതയിൽ നിന്നവർ, ശാരീരികമായൊക്കെ നല്ല ഓക്കെ ആയിരുന്നവർ, ഹോസ്പിറ്റലിൻ്റെയും പൂജാരിമാരുടെയും മന്ത്രവാദികളുടെയും മനുഷ്യരുടെയും അധികാരികളുടെയും പുറകെ ഓടി 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 അവസാനം എല്ലാം നഷ്ടപ്പെട്ട്, ആ എല്ലാ തരത്തിലും കഷ്ടപ്പെട്ട്, ആരോരുമില്ലാതെ എല്ലാ തരത്തിലും അവസാനിക്കുന്ന നിമിഷം ഇനി മരണം മാത്രമേ ഉള്ളൂ, ആത്മഹത്യ ചെയ്തു കളയാം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്ന് പലരും വിടുതലുകൾ പ്രാപിച്ചിട്ടുണ്ട്, വിടുതലുകൾ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ രോഗം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ ആരെങ്കിലും അല്ല ആശ്രയിക്കേണ്ടത്, മനുഷ്യരിലല്ല ആശ്രയം വയ്ക്കേണ്ടത്, ഇവിടുത്തെ പ്രഭുക്കന്മാരിലല്ല ആശ്രയം വയ്ക്കേണ്ടത്, ഇവിടുത്തെ മനുഷ്യപുത്രന്മാരിലല്ല ആശ്രയം വയ്ക്കേണ്ടത്. നമുക്ക് ആശ്രയം വയ്ക്കാൻ ഒരിടമുണ്ട്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കാൽവറിയിലെ കർത്താവിന്റെ മുഖമാണ്
അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ഒരു നാളും ലക്ഷിച്ചു പോകത്തില്ലെന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ലെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ സായാം വേളയിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. നമ്മുടെ ജീവിതങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ മുഖം തുറക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു എന്നാണ്. അതെ, നമുക്ക് സഹായം വരുന്നത് ഇവിടത്തെ യാതൊരു മനുഷ്യരുടെ അരികിൽ നിന്നല്ല. നമ്മളെ സഹായിക്കാൻ കഴിവുള്ള പലരും നമ്മുടെ മുമ്പിൽ കാണും, പക്ഷേ അവരെ സഹായിക്കണമെന്നില്ല. നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ തക്ക സമയമാകുമ്പോൾ സഹായിക്കണമെന്നില്ല. തക്ക സമയമാകുമ്പോൾ അവരെല്ലാം നമ്മളെ കാണുമ്പോൾ മുഖം മറച്ച് മാറിപ്പോകാം. പക്ഷെ നമുക്ക് സഹായം അയക്കുന്ന ഒരിടമുണ്ട്. ആ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ, അവിടത്തെ പാദപീഠത്തിൽ നമ്മൾ ഇരുന്നാൽ തക്ക സമയമാകുമ്പോൾ മുഖം മറയ്ക്കത്തില്ല. തക്ക സമയമാകുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കത്തില്ല. തക്ക സമയമാകുമ്പോൾ എനിക്ക് വേറൊരു അത്യാവശ്യമുണ്ടെന്ന് പറയത്തില്ല. തക്ക സമയത്ത് അവൻ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് ആ വചനം പറയുന്നത്, അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ. ഹല്ലേലൂയ. തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ. ഹല്ലേലൂയ. ഇവിടെ ഇതാ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ കുഞ്ഞുമകൾക്ക് അസുഖം പിടിച്ച് മരണാസന്ന നിലയിലെത്തിയപ്പോൾ ഈ കുഞ്ഞുമകളെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ കയ്യിൽ കാശില്ലാഞ്ഞത് കൊണ്ടല്ല ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നത്. അവനൊന്ന് ചിന്തിച്ചപ്പോൾ, എനിക്ക് എല്ലാ തരത്തിലും യേശുവിന്റെ അടുക്കൽ പോയാൽ ലാഭമാണ്. ഒന്ന്, സമയം ലാഭമാണ്. രണ്ട്, എനിക്ക് കാശ് ലാഭമാണ്. മൂന്ന്, എൻ്റെ കുഞ്ഞ് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കാതെ രക്ഷപ്പെടും. നാല്, എനിക്ക് ഇത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകാം. ഇങ്ങനെ പലതും ചിന്തിച്ചപ്പോൾ യായിറോസിന് മനസ്സിലായി, അവിടെയും ഇവിടെയും അങ്ങും ഇങ്ങും ഓടി എൻ്റെ കുഞ്ഞുമകളെ ഇട്ട് വല്ലാതെ കഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ, എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് നഷ്ടപ്പെടുത്തി നശിപ്പിച്ച് കളയുന്നതിനേക്കാൾ, എൻ്റെ നല്ല സമയം കളയുന്നതിനേക്കാൾ നേരെ അങ്ങോട്ട് യേശുവിൻ്റെ അരികിലേക്ക്, ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക്, ദൈവ സന്നിധിയിലേക്ക് തന്നെ പോകാം എന്ന് ചിന്തിച്ച് യായിറോസ് നേരെ പോയത് യേശുവിൻ്റെ അരികിലേക്കാണ്. യേശുവിന്റെ അടുക്കൽ പോയിട്ട് അവൻ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. യേശുവിന്റെ കാൽക്കൽ അങ്ങ് വീണു. ആ പ്രമാണിത്വമെല്ലാം യായിറോസ് മാറ്റിവെച്ചു. തന്റെ സ്ഥാനമാനങ്ങൾ മാറ്റിവെച്ചു. ഞാനൊരു പ്രമാണിയാണ്, ഞാനൊരു അറിയപ്പെടുന്ന ആളാണ്, ഞാൻ പള്ളിയിലെ മെയിൻ ആളാണ്, ഞാൻ സമൂഹത്ത് വിലയും നിലയുമുള്ള ആളാണ്, ഇങ്ങനെ താഴേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ യേശു എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കട്ടെ, അപ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഇരുന്നില്ല. ആ ഇരുന്നിടത്ത് നിന്നില്ല. യേശുവിൻ്റെ അടുക്കേക്ക് ഓടിപ്പോയി യേശുവിൻ്റെ കാൽ തൊട്ട് വന്ദിക്കുകയാ. യേശുവിൻ്റെ പാദത്തിൽ, കാൽപാദത്തിൽ വീഴുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്കൊരു വിടുതൽ വേണമോ കുഞ്ഞേ? ഇന്ന് പകൽ നമുക്കൊരു സൗഖ്യം വേണമോ? ഇന്ന് പകൽ നമുക്കൊരു അനുഗ്രഹം വേണമോ? ഇന്ന് പകൽ നമുക്കൊരു ഉയർച്ച വേണമോ? ഇന്ന് പകൽ നമുക്കൊരു നന്മ വേണമോ? ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് നമ്മളൊന്ന് എഴുന്നേൽക്കണം. നമ്മൾ ആ കർത്താവിനെ നോക്കണം. ആ കർത്താവിന്റെ സന്നിധിയിൽ പോകണം. അവിടുത്തെ പാദത്തിലൊന്ന് ഇരിക്കണം. അവിടെ ഇരുന്ന് കരയണം. ആ കർത്താവിനോട് നമ്മുടെ ആ കാര്യങ്ങൾ അറിയിക്കണം. ആ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നൊന്ന് നിലവിളിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിഷയങ്ങൾക്കൊരു പരിഹാരമുള്ളൂ. നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ കർത്താവ് വരട്ടെ, കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ, അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ എനിക്കൊരു വിടുതൽ കിട്ടാൻ മതി എന്ന് പറഞ്ഞാൽ നമുക്കുടനെ വിടുതൽ കിട്ടിയെന്ന് വരത്തില്ല. നമുക്കൊരു ഉടനെ സൗഖ്യം കിട്ടിയെന്ന് വരത്തില്ല. നമുക്കുടനെ നന്മ കിട്ടിയെന്ന് വരത്തില്ല. നമ്മളൊന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച സക്കായി എന്താ ചെയ്തത്?
19-ാം അധ്യായം ലൂക്കോസ് 19 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അവൻ ബദ്ധപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ അവൻ ബദ്ധപ്പെട്ടു. അവൻ മരത്തിൽ കയറി. കേട്ടോ, യേശുവിനെ എനിക്കൊന്ന് കാണണം, യേശു എങ്ങനെയുള്ളവനെന്നൊന്ന് കാണണം, യേശുവിലൂടെ ഒരു സൗഖ്യം പ്രാപിക്കണം, യേശുവിനെ എനിക്കൊന്ന് രുചിക്കണം, യേശുവിലൂടെയുള്ള സൗഖ്യം എനിക്കൊന്ന് കാണണം, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ഇരുന്നിടത്ത് തന്നെ സഖായി ഇരുന്നില്ല. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ, യേശുവിനെ ഒന്ന് അറിയുവാൻ വേണ്ടി സഖായി മുൻപോട്ടോടി ഒരു കാട്ടത്തിമേൽ കയറി. ഇരുന്നിടത്ത് തന്നെ ഇരുന്നിരുന്നെങ്കിൽ യേശുവിനെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇരുന്നിടത്ത് തന്നെ ഇരുന്നെങ്കിൽ യേശു കാണത്തില്ലായിരുന്നു. ഇരുന്നിടത്ത് ഇരുന്നെങ്കിൽ യേശു വിളിക്കത്തില്ലായിരുന്നു. യേശുവിനോടൊപ്പം പോകാൻ പറ്റത്തില്ലായിരുന്നു. യേശുവിനോടൊപ്പം പാർക്കാൻ പറ്റത്തില്ലായിരുന്നു. അവൻ ഇരുന്നിടത്ത് നിന്ന് മുൻപോട്ടോടി കാട്ടത്തിമേൽ കയറി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചപ്പോഴാണ് യേശു അവനെ, സഖായിയേ, വേഗം ഇറങ്ങി വാ, ഇന്നു ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടവനാകുന്നു. കണ്ടോ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ വേണ്ടി ശ്രമിച്ച സക്കായിയോട് യേശു പറയുകയാണ്, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ, കാണാൻ ശ്രമിച്ചവന്റെ വീട്ടിൽ പാർക്കാൻ മനസ്സുള്ളവനാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽ നമുക്ക് യേശുവിനെ ഒന്ന് കാണണം, യേശുവിനെ ഒന്ന് അറിയണം, യേശുവിനെ ഒന്ന് രുചിച്ചറിയണമെന്ന് മനസ്സിലൊരാഗ്രഹമുണ്ടെങ്കിൽ യേശു തമ്പുരാൻ നമ്മുടെ വീട്ടിൽ വന്ന് പാർക്കാൻ അവൻ മതിയായവനാണ്. യേശു തമ്പുരാൻ നമ്മുടെ വീട്ടിൽ വരാൻ മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പള്ളിപ്രമാണിയായ യായിറോസും അങ്ങനെയാ. ഞാൻ പ്രമാണിയാണ്, എനിക്ക് സ്ഥാനമാനങ്ങളുണ്ട്, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ബന്ധങ്ങളുണ്ട്, എനിക്കെല്ലാമുണ്ട്. വേണമെങ്കിൽ യേശു എൻ്റെ അരികിലേക്ക് വരട്ടെ, എന്നോട് സംസാരിക്കട്ടെ, എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രമാണിയായ യായിറോസ് അവിടെ തന്നെ ഇരുന്നില്ല. പ്രമാണിയായ യായിറോസ് അവിടെ യേശുവിൻ്റെ അരികിൽ പോയി ആ പാദത്തിൽ വീഴുകയാണ്. എന്നിട്ട് എന്തുവാ പറയുന്നത്? യേശുവിനോട് പറയുക, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു, എനിക്കൊരാവശ്യമുണ്ട്. ചിലര് പള്ളിയിലും പ്രാർത്ഥനയ്ക്കും ഒക്കെ പോയിട്ട് ചുമ്മാ ഇരുന്നിട്ട് ചുമ്മാ എഴുന്നേറ്റു പോകും. പാട്ടുപാടത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ബൈബിൾ വായിക്കത്തില്ല, പിന്നെ സാക്ഷി പറയത്തില്ല, സ്തോത്രക്കാഴ്ച ഇടത്തില്ല, ഒന്നും ചെയ്യത്തില്ല. വന്നു, ഇരുന്നു, എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ വന്നത് കൊണ്ട്, ഇരുന്നത് കൊണ്ട്, പോയത് കൊണ്ട് ഒരു ഗുണവുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമ്മൾ വന്ന് എന്തെങ്കിലും ഒന്ന് ദൈവസന്നിധിയിൽ പറയണം, ഒരു സ്തോത്രമെങ്കിലും പറയണം, ഒരു പാട്ട് പാടണം. പാടാൻ നമുക്കറിയത്തില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. ഇനി പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ പറയണം, സ്തോത്രം പറയണം. ഹല്ലേലൂയ. എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്താലേ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ. ചുമ്മാ വന്ന് ഇരുന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ പോയത് കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നില്ല. ദൈവസന്നിധി വന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണം. ദൈവസന്നിധി വന്ന്, ഓ, എന്റെ വിഷയമെല്ലാം ദൈവമല്ലേ, ദൈവത്തിനെല്ലാം അറിയാമല്ലോ, ആ ദൈവം എൻ്റെ കാര്യങ്ങൾ ഗ്രഹിച്ച് എനിക്ക് വേണ്ടി ചെയ്യട്ടെ, അതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ലെന്ന് ദൈവത്തിനെല്ലാം അറിയാം. ദൈവത്തിന് നമ്മുടെ പേരും നാളും വീടും സ്ഥലവും ആവശ്യവും വിഷയങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ എല്ലാം ദൈവത്തിന് അറിയാം, ദൈവത്തിനെല്ലാം അറിയാം. പക്ഷേ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവത്തിന് സന്തോഷമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത ദൈവത്തിന് അറിയാം കേട്ടോ. നിങ്ങളുടെ വേദന ദൈവത്തിന് അറിയാം, നിങ്ങളുടെ രോഗം ദൈവത്തിന് അറിയാം, നിങ്ങളുടെ കടഭാരം ദൈവത്തിന് അറിയാം, നിങ്ങളുടെ കഷ്ടതകൾ ദൈവത്തിന് അറിയാം, നിങ്ങളെ ദേശത്ത് ഞെരുക്കുന്ന ശത്രുവിന്റെ പീഡനം ദൈവത്തിന് അറിയാം, നിങ്ങളുടെ കുഞ്ഞ് അനുഭവിക്കുന്ന രോഗം ദൈവത്തിന് അറിയാം, നിങ്ങളെ ദേശത്തിലെ കടക്കാർ വന്ന് ഞെരുക്കുന്നത് ദൈവത്തിന് അറിയാം, നിങ്ങളുടെ സകല പ്രതികൂലങ്ങൾ ദൈവത്തിന് അറിയാം. നിങ്ങൾ ഓരോ ദിവസവും ആമേൻ തള്ളി പ്രയാസപ്പെട്ട് ദിവസം തള്ളി നീക്കുന്നത് ദൈവത്തിന് അറിയാം, എല്ലാം ദൈവത്തിന് അറിയാം. പക്ഷേ
പക്ഷേ നമ്മുടെ വായി തുറന്ന് ദൈവസന്നിധിയിൽ ഒരു വാക്ക്, കർത്താവേ നീ എന്നെ രക്ഷിക്കണം, നീ എൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായവനാണ്, നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മൾ അതരം തുറന്ന് പറയുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഈ മനുഷ്യൻ വന്ന് കുഞ്ഞിനെയും കൊണ്ട് വന്ന് അവിടെ കിടത്തിയിട്ട് ഒരു കസാര എടുത്തിട്ട് ചാരു കസാര ചാരി അങ്ങിരുന്ന് ഇങ്ങനെ ചുമ്മാ മൗനാവ്രതം പാലിച്ചു കൊണ്ടിരിക്കുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ കാൽക്കൽ വന്നൊന്ന് വീണിട്ട് കുഞ്ഞിനെയും കിടത്തിയിട്ട് പോയി ഇറങ്ങിപ്പോകുകയല്ല ചെയ്തത്. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, എൻ്റെ കുഞ്ഞു മകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുമകൾ രോഗിയായിരിക്കുന്നു, എൻ്റെ വീട്ട് വളരെ പ്രശ്നമായിരിക്കുന്നു, എൻ്റെ കുടുംബം വളരെ തകർച്ചയിലിരിക്കുന്നു, എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു, എൻ്റെ ബിസിനസ്സുകൾ തകർന്നിരിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ ഒന്നു മാറി പ്രശ്നങ്ങളായി ഞാൻ ഭാരപ്പെടുന്നു, എൻ്റെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു. ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോയാൽ എൻ്റെ ജീവിതം ആത്മഹത്യയുടെ വക്കിലാകും. എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി തകർന്നു, എൻ്റെ ബിസിനസ് തകർന്നു, എൻ്റെ കുടുംബത്തിൻ്റെതായ അവസ്ഥകളെല്ലാം തകർന്നു, ഞാനിപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, നീ വരണം. ഹല്ലേലൂയ. ദൈവസന്നിധി പറയൂ, ഇവിടെ വന്നിരുന്ന് കുറച്ചു നേരം വന്നിരുന്നിട്ട് പാട്ട് പാടുമ്പോൾ കയ്യും അടിച്ച് ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിച്ച് വചനവും കേട്ട് ഇറങ്ങിപ്പോകാതെ, കർത്താവേ എനിക്ക് ആരുമില്ല, ഞാൻ ഏകനാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ കഴിച്ചോ കുടിച്ചോ ഉറങ്ങിയോ എന്ന് ചോദിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട്, എനിക്കൊരു പ്രതീക്ഷയില്ല, എനിക്കൊരു പ്രത്യാശയില്ല, എൻ്റെ ജീവിതം താറുമാറായിരിക്കുന്നു, എന്നെ നീ അറിയുന്നവേ, എന്നെ സ്നേഹിക്കണമേ, എൻ്റെ അവസ്ഥകൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. ഈ പ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, എൻ്റെ കുഞ്ഞു മകൾ, ഹല്ലേലൂയ, ആമേൻ, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് ആമേൻ അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഈ മഹാനായ മനുഷ്യൻ, ഈ പ്രമാണിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാ, നീ വരണം, എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ കുഞ്ഞിൻ്റെ അരികിൽ വരണം, നീ വന്നൊന്ന് കൈവയ്ക്കണം, നീ കൈവച്ചാൽ എൻ്റെ കുഞ്ഞുമകൾ രക്ഷപ്പെടും. എന്താ വിശ്വാസം? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. എബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. കണ്ടോ, വിശ്വാസമുണ്ടെങ്കിൽ സൗഖ്യം ഉറപ്പാ, വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതം ഉറപ്പാ, വിശ്വാസമുണ്ടെങ്കിൽ വിടുതൽ ഉറപ്പാ. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം കിട്ടാതെ പോകുന്നത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകൾ കിട്ടാതെ പോകുന്നത്, പലപ്പോഴും നമുക്ക് ദൈവത്തിൽ വിശ്വാസം കുറയുന്നത് കൊണ്ടാണ്. പ്രാർത്ഥനാ വീരനായ ജോർജ് മുള്ളർ വിശ്വാസ വീരനായിരുന്നു. തനിക്ക് അനാഥാലയമുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ജോർജ് മുള്ളർ ദൈവദാസൻ അനാഥാലയത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി കഴിയുന്നില്ല, ഭക്ഷണമില്ല. ഭക്ഷണം എന്തു കൊടുക്കണമെന്ന് അറിയത്തില്ല, കാരണം ഇല്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളോടെല്ലാം പറഞ്ഞു, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എല്ലാവരോടും പാത്രം എടുക്കുവാൻ പറഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങളും പാത്രമെടുത്തു. പാത്രമെടുത്ത് അവർ ടേബിളിൽ വച്ചു. ജോർജ് മുള്ളറായ കർത്താവിന്റെ ദാസൻ അറിയത്തില്ല എന്തോ കൊടുക്കണമെന്ന്. പക്ഷെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൽ ജോർജ് മുള്ളറിന് വിശ്വാസമായിരുന്നു. തക്ക സമയത്ത് എൻ്റെ ദൈവം ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാതിരിക്കത്തില്ല.
ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന എനിക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന എനിക്ക് വേണ്ടി, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാതിരിക്കത്തില്ല. കുഞ്ഞുങ്ങൾ എല്ലാവരും പാത്രങ്ങൾ എടുത്തു, അവിടെ ടേബിളുകളിൽ വെച്ചു. ജോർജ് മുള്ളർ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ഭക്ഷണം തന്നതിനായി സ്തോത്രം ചെയ്യാം. ആ കുഞ്ഞുങ്ങളും ജോർജ് മുള്ളറുമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ഭക്ഷണമില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥാപനത്തിന്റെ പുറത്ത് വന്ന് ഒരാൾ വിളിക്കുകയാണ്, സാറേ സാറേ സാറേ. ഹല്ലേലൂയ. ഇദ്ദേഹം ഓടി പുറത്തു പോയപ്പോൾ കുറെ ബ്രെഡുമായിട്ട് ഒരാൾ വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുറെ ബ്രെഡുമായി വരുന്നു. സാറേ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഫംഗ്ഷനിൽ കുറെ ബാലൻസ് വന്നതാണ്. ഇവിടെ അനാഥാലയത്തിൽ കുറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ ഭക്ഷണം തന്നോട്ടെ. ആ ദൈവദാസൻ അത്ഭുതമായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനില്ലാതെ വളരെ ഭാരപ്പെട്ട് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതോ കുഞ്ഞുങ്ങൾക്കുള്ള ബ്രെഡുമായി ദൈവം ഒരാളെ അവിടെ അയച്ചിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആ ബ്രെഡെല്ലാം വിളമ്പി കഴിഞ്ഞപ്പോൾ അടുത്ത് സംഭവിച്ച അത്ഭുതം എന്തെന്നറിയാമോ? ഒരു പാലുമായൊരു പാല് വണ്ടി അതിലെ പാസ് ചെയ്യുമ്പോൾ ജോർജ് മുള്ളറുടെ ആ അനാഥാലയത്തിൻ്റെ മുമ്പിൽ വന്നതും ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, മുമ്പോട്ട് പോകാൻ പറ്റാതെ എവിടെയായി. പാലും കൊണ്ട് തക്ക സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ പാലെടുക്കത്തില്ല. അതുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ വന്ന് ബ്രേക്ക് ഡൗൺ ആയ വണ്ടിയുടെ ഉടമസ്ഥൻ നോക്കിയപ്പോൾ ഒരു അനാഥാലയമാണ്. ഇനി ഈ പാലും കൊണ്ട് മുന്നോട്ട് വണ്ടിയും ശരിയാക്കി പോകുമ്പോൾ സമയം കഴിയും. ജോർജ് മുള്ളറുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, കുറച്ച് പാലുണ്ട്, വണ്ടി കേടായി, ഇത് നിങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് തന്നോട്ടെ. അദ്ദേഹം കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് ആ പാലും സ്വീകരിച്ചു. കണ്ടോ, പ്രാർത്ഥനാ വീരനായ ജോർജ് മുള്ളർ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം കൊടുക്കുവാനില്ലാതെ വളരെ സങ്കടപ്പെട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോ ബ്രെഡും പാലും അയച്ചു കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്നു പകൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. നിന്റെ ആവശ്യങ്ങൾ ആ ദൈവം അറിയുന്നുണ്ട്. നീ കരയുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ കണ്ണുനീരൊഴുക്കുമ്പോൾ ആ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. നിന്റെ കുഞ്ഞിന്റെ ആവശ്യം അറിഞ്ഞ് ആ ദൈവം തൻ്റെ ദൂതനെ, ആ ദൈവം ദൂതനെ അയക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ കരയണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ വിളിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. യായിറോസ് ദൈവസന്നിധിയിൽ കർത്താവിന്റെ കാൽക്കൽ വീണുകൊണ്ട് പറയുകയാ, നീ വന്നെന്റെ കുഞ്ഞിന്റെ മേൽ കൈ വച്ച് അവളെ ജീവിപ്പിക്കണം. ഹല്ലേലൂയ. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, പുരുഷാരം നിമിത്തം മുന്നോട്ട് പോകാൻ കഴിയാതെ അതിനിടയിൽ മറ്റൊരു സംഗതി വന്നു. 12 വർഷം രക്തസ്രാവം പിടിച്ച ഒരു സഹോദരി വന്നു പെട്ടു. ആ വിഷയമൊക്കെ പറഞ്ഞു ക്രമീകരിച്ച് സൗഖ്യം കൊടുത്തൊക്കെ നിൽക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വരികയാണ്. പള്ളിപ്രമാണി യേശുവിന്റെ കാൽക്കൽ ഇരിക്കുകയാ. ഒരു വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, ഒരു വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടി ദൈവസന്നിധി പോയപ്പോ കർത്താവ് മറ്റൊരു വിഷയത്തിൽ എൻഗേജ്ഡ് ആയെങ്കിലും അയ്യേ എന്ന് പറഞ്ഞ് യായിറോസ് അവിടം വിട്ടുപോയില്ല. യായിറോസ് അവിടം നിന്ന് എഴുന്നേറ്റ് മാറിയില്ല. യായിറോസ് ആ ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കും. ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഒരു ദിവസം ഇരിക്കും, 2 ദിവസം ഇരിക്കും, ചിലപ്പോ 3 ദിവസം ഇരിക്കും, ചിലപ്പോ ഒരാഴ്ച ഇരിക്കും, ചിലപ്പോ 1 മാസം ഇരിക്കും.
എന്നോ പറഞ്ഞ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് എഴുന്നേറ്റ് പോകരുത്. നീ ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ 1, 2, 3 ദിവസം ഇരുന്ന് കിട്ടിയില്ല, ഇനി ആയുസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ആയുസ്സിൽ ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഇനി ആയുസ്സിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ് മുട്ടായുക്തി തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ ദൈവസന്നിധിയിൽ പോകാതിരിക്കരുത്. 1, 2, 3 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചാലോ നമുക്കൊരു മറുപടി കിട്ടിയില്ലേലും നമ്മൾ ആ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കാതെ ദൈവത്തോട് പറ്റിയിരുന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്റെ വിഷയം ഏറ്റെടുക്കാൻ വരാതിരിക്കത്തില്ല. കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ല, കഴിഞ്ഞ മാസം പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ല, കഴിഞ്ഞ ആഴ്ചകൾ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ല, ഇനി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞ്, ഇനി ഒരിക്കലും ഞാൻ പള്ളിയിൽ പോകത്തില്ലെന്ന് പറഞ്ഞ്, ഇനി ഒരിക്കലും ഞാൻ ദൈവസന്നിധിയിൽ പോകത്തില്ലെന്ന് പറഞ്ഞ് ദൈവത്തോട് പിണങ്ങി ദൈവസന്നിധിയിൽ നിന്ന് പോകാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. മറുപടി കിട്ടുന്നത് വരെയും ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഇരിക്കുമെങ്കിൽ, ദൈവത്തോട് പറ്റി നിൽക്കുമെങ്കിൽ, നിന്റെ വിഷയങ്ങളെ ഏറ്റെടുക്കുവാൻ എന്റെ ദൈവം അധിക താമസമന വരാൻ പോകുകയാ, അല്ലെങ്കിൽ വരും കേട്ടോ. പൗലോസ് പ്രാർത്ഥിച്ചു, 3 വട്ടം പ്രാർത്ഥിച്ചു. പക്ഷെ പൗലോസിന്റെ ജീവിതത്തിൽ വിടുതൽ കാണുവാൻ കഴിഞ്ഞില്ല. 3 വട്ടം പൗലോസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ഒരു വിഷയം മാറുവാൻ. 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 8ഉം 9ഉം വാക്യം നമ്മൾ വായിക്കുമ്പോ, അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. വേദശാസ്ത്രിമാർ പറയുന്നത് 1 വട്ടം എന്ന് പറയുന്നത് 3 വർഷമാണ്. അങ്ങനെ 3 വർഷം എന്നത് 9 വർഷം രാപ്പകലില്ലാതെ പൗലോസ് പ്രാർത്ഥിച്ചു. 3 വട്ടം 9 വർഷം താൻ പ്രാർത്ഥിച്ചു. എന്തോ തന്നെ കുത്തുന്ന വേദന മാറിപ്പോകുവാൻ, സാത്താന്റെ ദൂതൻ മാറിപ്പോകുവാൻ, തന്റെ പ്രശ്നം മാറിപ്പോകുവാൻ 3 വട്ടം പൗലോസ് പ്രാർത്ഥിച്ചു. വേദശാസ്ത്രിമാരുടെ അഭിപ്രായത്തിൽ 9 വർഷം നോൺ സ്റ്റോപ്പ് ആയിട്ട് രാപ്പകലില്ലാതെ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് പൗലോസ് ദൈവസന്നിധി വിട്ടുപോയില്ല, പ്രാർത്ഥന നിർത്തിയില്ല, ദൈവസന്നിധിയിൽ നിന്ന് മാറിയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ! സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, എന്റെ കൃപ നിനക്ക് മതി. അതേ പ്രിയരെ, പ്രാർത്ഥന നിർത്തരുത്, ദൈവവുമായുള്ള ബന്ധം നിർത്തരുത്, ദൈവസന്നിധി പോകുന്നത് നിർത്തരുത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം, ദൈവസന്നിധിയിൽ ഇരിക്കണം. നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് ഒരു ദിവസം സംസാരിക്കും. ദൈവത്തിന് നീ പ്രിയനാണെങ്കിൽ, ദൈവസന്നിധിയിൽ നീ ഇരിക്കുകയാണെങ്കിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ നീ ആയിരിക്കുന്നെങ്കിൽ ഒരു ദിവസം ദൈവം നിന്നോട് സംസാരിക്കും, ദൈവം നിന്നോട് ഇടപെടും. അന്ന് നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും, അന്ന് നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തന്നിരിക്കും, അത് ഉറപ്പാണ്. തൻ്റെ വിഷയവുമായി, തൻ്റെ കുഞ്ഞിൻ്റെ വിഷയവുമായി ദൈവസന്നിധിയിൽ പോയി. പക്ഷെ ദൈവം തന്നെ ശ്രദ്ധിച്ചില്ല, തൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല. മരണാസന്ന നിലയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടും, എൻ്റെ കുഞ്ഞു മരിക്കാറായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടും ദൈവം യേശു കർത്താവ് അത് ഗവനിച്ചില്ല. യേശു കർത്താവ് പ്രമാണിയാണല്ലോ, ഇനി അവൻ പിണങ്ങേറ്റ ചെയ്യുമോ എന്ന് ചിന്തിച്ച് ആ പള്ളി പ്രമാണിയുടെ കൂടെ പോയില്ല, ആ ധനവാന്റെ കൂടെ പോയില്ല. നമ്മളിൽ പലരും ആണെങ്കിൽ മുഖം നോക്കും, സാഹചര്യം നോക്കും, സൗന്ദര്യം നോക്കും, അവൻ്റെ സ്റ്റാറ്റസ് നോക്കും, അവൻ്റെ വസ്ത്രധാരണം നോക്കും, എല്ലാം നോക്കിയിട്ട് അവന്റെ പുറകെ പോകും, അല്ലേ? അവന്റെ പുറകെ പോകും, അവന്റെ പുറകെ പോയി. എന്നാൽ യേശു കർത്താവ് പ്രമാണി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പുറകെ ഒന്നും പോയില്ല. ഇന്ന് പലരും പ്രമാണികളുടെ പുറകെ പോകുകയാണ്. അതുകൊണ്ടാണ് ശുശ്രൂഷ പരാജയപ്പെടുന്നത്, അതുകൊണ്ടാണ് ജീവിതം പരാജയപ്പെടുന്നത്, അതുകൊണ്ടാണ് ആത്മീകം പരാജയപ്പെടുന്നത്. ഇന്ന് പ്രമാണികളെ തപ്പി, പ്രമാണികൾ പറയുന്നത് കേട്ട് പ്രമാണികളുടെ പുറകെ നടക്കുക. 10 കാശുണ്ടെങ്കിൽ കാശുള്ളവരുടെ പുറകെ നടക്കുകയാ, പ്രമാണികളുടെ പുറകെ നടക്കുകയാ. അതുകൊണ്ടാണ് ശുശ്രൂഷ പരാജയപ്പെടുന്നത്, അതുകൊണ്ടാണ് ആത്മീകം പരാജയപ്പെടുന്നത്,
അതുകൊണ്ട് ആ ജീവിതം പരാജയപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പ്രമാണിയുടെ പുറകെ പോയില്ല. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് തന്റെ മുമ്പിൽ വന്ന പുരുഷാരത്തിന് വേണ്ടി അവൻ നിലയുറച്ചു. തന്റെ പുറകിൽ വന്ന പുരുഷാരത്തെ കണ്ടു നിന്നു. അവരുടെ സൗഖ്യം, അവർക്ക് സൗഖ്യം കൊടുത്തു. പ്രമാണി അവിടെ തന്നെ നിന്നു. നീ കർത്താവിന്റെ പുറകെ പോയാൽ മതി, പ്രമാണിമാര് നിന്റെ പുറകെ വരും. നീ കർത്താവിന്റെ പുറകെ പോയാൽ മതി, ധനവാന്മാർ നിന്റെ പുറകെ വരും. നീ കർത്താവിന്റെ പുറകെ പോയാൽ മതി, ആമേ, സമൂഹത്ത് അറിയപ്പെടുന്നവർ നിന്റെ പുറകെ വരും. ഇന്ന് പകൽ നീ പ്രമാണിമാരുടെ പുറകെ പോകണ്ട, നീ ധനവാന്മാരുടെ പുറകെ പോകണ്ട, നീ സ്ഥാനമാനങ്ങളുള്ളവരുടെ പുറകെ പോകണ്ട. ശുശ്രൂഷ പരാജയപ്പെടും, ആത്മീകത്തിൽ പരാജയം സംഭവിക്കും, ജീവിതം പരാജയപ്പെടും. ഇന്ന് പകൽ ഞാൻ പറയാ, ദൈവത്തിന്റെ പുറകെ പോയാൽ ദൈവം നിന്റെ പുറകെ പലരെയും അയക്കൂ. ഹല്ലേലൂയ. നിനക്ക് ആവശ്യമുള്ളത് ദൈവം നിന്റെ പുറകെ അയക്കൂ. അതുകൊണ്ടാ വചനം പറയുന്നത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയോ എന്നെ പിന്തുടരൂ. ഞാൻ പിന്തുടരുമെന്നല്ല, എന്നെ പിന്തുടരൂ. ഇന്ന് പകൽ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ആമേൻ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ ദൈവം നിന്റെ പുറകെ തന്നുവിടും. ഇന്ന് പലരും പരാജയപ്പെടുന്നതിന്റെ കാരണം, ശുശ്രൂഷയിൽ തകർന്നു പോകുന്നതിന്റെ കാരണം, ജീവിതത്തിൽ തകർച്ച വരുന്നതിന്റെ കാരണം പലരുടെയും പുറകെ പൊക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പേരും പറഞ്ഞ് പലതിന്റെയും പുറകെ പൊക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാ ജീവിതം പരാജയപ്പെടുന്നത്, അതുകൊണ്ടാ ശുശ്രൂഷ പരാജയപ്പെടുന്നത്. നീ ദൈവസന്നിധിയിലിരിക്കുക, നീ മുട്ടുമേലിരിക്കുക, നീ കണ്ണുനീരൊഴുക്ക്, നീ യേശുവിന്റെ പാദപീഠത്തിലിരിക്കുക. ഇന്ന് പകൽ കർത്താവ് നിന്നെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യോ. നീ എഴുന്നേറ്റ് പോകുന്നോ, നീ പ്രാർത്ഥന നടത്തുന്നോ, നീ ഇനി പഴയ പണിക്ക് പോകുന്നുണ്ടോ, നീ പഴയയിടത്ത് പോകുന്നോ എന്ന് കർത്താവ് ടെസ്റ്റ് ചെയ്യുവാൻ. നീ കരഞ്ഞാലോ, നീ പ്രാർത്ഥിച്ചാലോ, നീ നിലവിളിച്ചാലോ ദൈവം ചിലപ്പോൾ ഗവനിക്കാതെ അല്പം മുഖം മറച്ച് കണ്ടില്ലെന്ന് നടിക്കോ എന്ന് പറഞ്ഞ് നീ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പോകരുത്, എന്ന് പറഞ്ഞ് ദൈവപാദപീഠത്തിൽ എഴുന്നേൽക്കരുത്. അവൻ എന്നെ വിടിവിച്ചാലും ഇല്ലെങ്കിലോ ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന്, അവന്റെ സന്നിധി എന്റെ ജീവിതം തെളിയിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പറഞ്ഞ സന്നിധി നിൽക്കണം. യോബ് പറഞ്ഞത് എന്തെന്നറിയാമോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, അവന്റെ മുമ്പിൽ എൻ്റെ ജീവിതം ഞാൻ തെളിയിക്കുമെന്നാണ്. ഹല്ലേലൂയ. ഇതാ യായിറോസ് മറ്റൊരു വിഷയത്തിലേക്ക് യേശു തിരിഞ്ഞപ്പോ യേശുവിനെയും കളഞ്ഞിട്ട് പോയില്ല, അവിടം തന്നെ നിന്നു, ആ പാദപീഠത്തിൽ തന്നെ ഇരുന്നു, യേശുവിന്റെ പുറകെ തന്നെ പോയി. അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോ, ഒരു പ്രശ്നം പരിഹരിച്ചു കൊണ്ടിരിക്കുമ്പോ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വരികയാണ്. 35-ാം വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തരുത്. നിന്റെ മകൾ മരിച്ചുപോയി. കണ്ടോ, മരണാസന്ന നിലയിൽ കിടന്ന തന്റെ കുഞ്ഞിനു വേണ്ടി സൗഖ്യം ചോദിച്ചുകൊണ്ട് യേശുവിന്റെ പാദപീഠത്തിൽ വന്ന് നിന്നപ്പോ യേശു അത് ഗവനിക്കാതെ മറ്റു പല വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേ, പള്ളിപ്രമാണിയുടെ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വരികയാണ്. നിന്റെ മകൾ മരിച്ചുപോയി, നിന്റെ മകൾ മരിച്ചുപോയി, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട, ശല്യപ്പെടുത്തണ്ട, ബാ ഇനി അടുത്ത കർമ്മങ്ങൾ ചെയ്യാം, അവളെ ഇനി കുഴിച്ചിടേണ്ട കാര്യങ്ങൾ ചെയ്യാം, ബാ വീട്ടിൽ നിന്ന് ആള് വന്ന് വിളിക്കുക, ബാ. ഹല്ലേലൂയ. ഓ, ഒരു പിതാവിന്റെ വേദന ഇന്ന് പകൽ നിങ്ങൾ കാണണം കേട്ടോ. സ്വന്തം മകൾ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ, സൗഖ്യം കിട്ടാൻ വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരുന്ന് കരയുകയാ. ആ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കരയുന്ന ആ പിതാവിന്റെ അടുക്കൽ വീട്ടിൽ നിന്ന് ആള് വന്ന് പറയുക, കുഞ്ഞു മരിച്ചുപോയി. ഏത് പിതാവാ തകർന്നു പോകാത്തത്? ആരാ തകർന്നു പോകാത്തത്? ആ ഹൃദയം തകർന്നു കേട്ടോ. സ്വന്തം മകൾ മരിച്ചുപോയെന്ന് വീട്ടിൽ നിന്ന് ന്യൂസ് വന്നപ്പോ ആ ഹൃദയം പിടഞ്ഞു.
ഹല്ലേലൂയ. മരിച്ചുപോയി. ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചത്? യേശുവിന്റെ അടുത്താണ് ഈ സഹോദരൻ നിൽക്കുന്നത്. ആര്? പ്രമാണി. യേശുവിന്റെ വലം കൈക്ക് പിടിക്കുന്നത് പോലെ അടുത്തു നിന്ന് നിൽക്കുമ്പോഴാണ് ഈ വീട്ടിൽ നിന്ന് വന്നയാൾ പറഞ്ഞത്. അപ്പോൾ അത് യേശുവും കേട്ടു, അല്ലേ? യേശു ആ വാക്ക് കേട്ടു. ഇന്നു പകൽക്കാലം നിന്നെ വേദനപ്പെടുത്തുന്ന വാക്കുകളുമായി പലരും പലതും വന്ന് പറയും. നീ അത് കേട്ട് ഭാരപ്പെടുമ്പോ നീ കേൾക്കുന്നതിന് മുന്നോടിയായി എൻ്റെ ദൈവം അത് കേൾക്കുകയാണ്. നിന്നെക്കുറിച്ച് അപവാദങ്ങൾ പറയുമ്പോൾ, നിന്നെക്കുറിച്ച് കള്ളക്കഥകൾ പറയുമ്പോൾ, നിന്നെ അപമാനിക്കുമ്പോൾ, നിന്നെ വേദനിപ്പിക്കുമ്പോൾ, നിന്നെ നിരാശപ്പെടുത്തുമ്പോൾ, നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോൾ, ഇന്ന് പകൽക്കാലം നിന്നെക്കുറിച്ച് പറയുന്നത് തമ്പുരാൻ കേട്ടുകൊണ്ടിരിക്കുകയാ. നീ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണല്ലോ, നീ ദൈവസന്നിധി ാണല്ലോ. നിന്നെ കുറിച്ച് പറയുന്നത് നീ മാത്രമല്ല കേൾക്കുന്നത്, നിന്നെ കുറിച്ച് പറഞ്ഞത് നീ മാത്രമല്ല കേട്ടത്, നിനക്ക് മുമ്പായി സ്വർഗം അത് കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആര് നിന്നെ കുറിച്ച് എന്തു പറഞ്ഞു, എവിടെ പറയുന്നു? നീ ചെയ്യാത്തതിനെ ചെയ്തെന്ന്, നീ അറിയാത്തതിനെ പറഞ്ഞുണ്ടാക്കി, നിനക്കെതിരായി അപവാദ കഥകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, അത് നീ മാത്രമല്ല കേൾക്കുന്നത്, നിന്നെ സൃഷ്ടിച്ച ആ ദൈവം നിൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് അത് കേൾക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഭാരപ്പെടണ്ട കേട്ടോ, കേൾക്കേണ്ടവൻ എല്ലാം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ ചെവിയിൽ പലതും എത്തിയില്ല, ശരിയാ. നിന്നെക്കുറിച്ച് പറഞ്ഞത് പലതും നീ അറിഞ്ഞിട്ടില്ല, ശരിയാ. പക്ഷെ കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ട്. നിന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ ഒരുപക്ഷെ നീ കേട്ടില്ല, ശരിയാ. നീ അറിഞ്ഞില്ല, ശരിയാ. നിനക്കറിയത്തില്ല, ശരിയാ. പക്ഷെ തമ്പുരാൻ അത് കേട്ടിട്ടുണ്ട് കേട്ടോ. ദൈവം വിടത്തില്ല കേട്ടോ, ഒന്നിനെയും ദൈവം വിടത്തില്ല. ഇന്നോ പകൽക്കാലം ഞാൻ പറയാ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന, ദൈവപാദപീഠത്തിലിരിക്കുന്ന നിന്നെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞ് ഉണ്ടാക്കി നിന്റെ ഹൃദയം തകർത്താൽ, നിന്റെ മനസ്സിനെ തകർത്താൽ, നിന്നെ അപമാനിച്ചാൽ, നിന്നെ അസ്വസ്ഥപ്പെടുത്തിയാൽ, നിന്നെ വേദനപ്പെടുത്തിയാൽ, ഇന്ന് പകൽ കേൾക്കേണ്ടവൻ അത് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. അറിയേണ്ടവൻ അത് അറിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം ചിലത് അറിയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുക നമ്മുടെ ദൈവം പൊട്ടനാണെന്നാണ്. നമ്മുടെ ദൈവം പൊട്ടനൊന്നുമല്ല. നമ്മുടെ ദൈവത്തിൻ്റെ ചെവി മന്ദമായിട്ടില്ല, നമ്മുടെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല. ഇന്ന് പകൽക്കാലം കേൾക്കേണ്ടതെല്ലാം കർത്താവ് കേൾക്കും. ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചത്? യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. നമുക്കൊക്കെ ചില വാക്കുകൾ കേട്ടാൽ പിന്നെ ഉറക്കം വരത്തില്ല. ചിലർ നമ്മളെക്കുറിച്ച് ചിലത് പറയുന്നത് അറിഞ്ഞാൽ നമുക്ക് പിന്നെ സമാധാനം ഉണ്ടാകത്തില്ല. ചില വാക്കുകൾ നിമിത്തം ഇന്നും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാതെ, ചില വാക്കുകൾ നിമിത്തം ഇന്നും വളരെ അസ്വസ്ഥപ്പെടുത്ത്, ചില വാക്കുകൾ നിമിത്തം ഇന്നും വേദനപ്പെട്ട്, ചില വാക്കുകൾ നിമിത്തം ഇന്ന് ശുശ്രൂഷ സന്തോഷത്തോടെ ചെയ്യാൻ കഴിയാതെ, ആമേൻ, നിന്നെ വാക്കുകൾ കൊണ്ട് ബന്ധിച്ച ചിലരുണ്ട് കേട്ടോ. ആമേൻ, നിന്നെ വാക്കുകൾ കൊണ്ട് നിന്നെ വല്ലാതെ തകർത്ത ചില അനുഭവങ്ങളുണ്ട്. ഇന്ന് പകൽ ചിലരുടെ വാക്കിന്റെ മുമ്പിൽ ഇന്നും എഴുന്നേറ്റ് വരാൻ കഴിയാതെ തകർന്ന് കിടക്കുന്ന ചിലര് ഇന്ന് പകൽക്കാലമുണ്ട്. നിന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്നെ തകർക്കാൻ ചില വ്യക്തികൾ എഴുതിവിട്ട ചില വാക്കുകൾ, ചില വാക്കുകളുടെ മുമ്പിൽ ഇന്നും നീ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ, ഇന്നും നീ ആത്മീക മണ്ഡലത്തിൽ തകർന്നു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, യേശു കർത്താവ് അത് കേട്ടിട്ടുണ്ട്, യേശു കർത്താവ് അത് അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്നെ വാക്കിൽ കുടുക്കി കളയാൻ, നിന്നെ വാക്കിൽ തകർത്തു കളയാൻ, നിന്നെ വാക്കിൽ നശിപ്പിച്ചു കളയാൻ, നിന്നെ വാക്കിൽ ഹല്ലേലൂയ ആമേ ഇല്ലായ്മ ചെയ്യുവാൻ പലരും പലതും പറഞ്ഞു നിന്നെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം എൻ്റെ യേശു അത് കാര്യമാക്കിയില്ല.
ചില വാക്കുകൾ നമ്മൾ കാര്യമാക്കല്ലേ. ഹല്ലേലൂയ. നമുക്ക് വിജയിക്കണമോ, നമുക്ക് ഉയരണമോ, നമുക്ക് ജയാളിയാകണമോ, നമുക്ക് ശുശ്രൂഷയിലൊന്ന് ശക്തിപ്പെടണമോ, നമുക്ക് ആത്മീയത്തിലൊന്ന് ബലപ്പെടണമോ, അനാത്മീയന്റെ വാക്ക് നീ കാര്യമാക്കരുത്. പ്രാർത്ഥിക്കാത്തവന്റെ വാക്ക് നീ കാര്യമാക്കരുത്. പിന്മാറ്റക്കാരന്റെ വാക്ക് നീ കാര്യമാക്കരുത്. നിന്റെ കൂടെ ഇറങ്ങിയത് ശരി തന്നെ, നിന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ഇറങ്ങിയത് ശരി തന്നെ, നിന്നോടൊപ്പം ഇരിക്കുന്നത് ശരി തന്നെ, നിന്നോടൊപ്പം ആരാധിക്കാൻ വന്നത് ശരി തന്നെ. പക്ഷെ പിന്മാറ്റത്തിലായവന്റെ വാക്ക് നീ കാര്യമാക്കരുത്. പ്രാർത്ഥിക്കാത്തവന്റെ വാക്ക് നീ കാര്യമാക്കരുത്. വീണുപോയവന്റെ വാക്ക് നീ കാര്യമാക്കരുത്. നിന്റെ കുടുംബക്കാരുടെ വാക്ക് നീ കാര്യമാക്കരുത്. നിന്റെ ബന്ധുജനത്തിന്റെ വാക്ക് നീ കാര്യമാക്കരുത്. ഇന്ന് പകൽക്കാലം ചിലതൊക്കെ നീ കാര്യമാക്കാതെ മുന്നോട്ട് പോയാലേ നിനക്കൊരു വിജയം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ചിലതൊക്കെ കാര്യമാക്കാതെ നിന്നാലേ നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ചിലതൊക്കെ അവജ്ഞയോടെ തള്ളിക്കളയണോ. ഇന്ന് പകൽക്കാലം ചില വാക്കുകളൊന്നും നീ കാര്യമാക്കി എടുക്കരുത്. എന്നാലേ നിനക്ക് ശുശ്രൂഷയിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ നിന്നെ തകർത്ത് കളയാൻ ചിലതൊക്കെ പറഞ്ഞുണ്ടാക്കുക. ചിലരൊക്കെ നിന്നെ കുറിച്ച് പല അപവാദ കഥകൾ, അപമാനങ്ങൾ പറഞ്ഞുണ്ടാക്കും. അതിനെയൊക്കെ കാര്യമാക്കി എടുത്ത് അതിൻ്റെ പുറകെ പോയാൽ സംഭവിക്കുന്നത് ഒന്ന്, നിന്റെ ഉറക്കം നഷ്ടപ്പെടും, നിന്റെ സമാധാനം നഷ്ടപ്പെടും, നിന്റെ ദൈവകൃപ നഷ്ടപ്പെടും, നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെടും. ഇന്ന് പകൽ പറയുന്നവർ പറയട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ. ഇന്ന് പകൽ അത് കാര്യമാക്കാതെ മുന്നോട്ട് പോ. ദൈവം നിന്നെ നാളുകളിൽ ശക്തനാക്കും. പള്ളിപ്രമാണിയായ യായിറോസ് ആ വാക്ക് കാര്യമാക്കി. കാര്യം തൻ്റെ മകളാണ്. എന്നാൽ ആ മകളെ സൃഷ്ടിച്ച കർത്താവ് ആ വാക്ക് കാര്യമാക്കിയില്ല. കാരണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞവൻ, ഞാൻ തന്നെ പുനരുത്ഥാനമെന്ന് പറഞ്ഞവൻ ആ കാര്യമാക്കിയില്ല. മരിച്ചാൽ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ യേശു കർത്താവ്. യേശുവിനറിയാം, ഈ കുഞ്ഞു മരിച്ചാലും അവളെ ഞാൻ ഉയർപ്പിക്കും. മരിച്ച് നാറ്റം വെച്ച് 4 നാളായ ആമേൻ ലാസറിനെ വിളിച്ച് പച്ച ശരീരത്തോടെ പുറത്തെടുക്കാൻ എൻ്റെ യേശുവിൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ മരിച്ച വ്യക്തിയെ, യായിറോസിൻ്റെ മകളെ ജീവിപ്പിക്കാൻ എൻ്റെ യേശുവിന് ഒരു കഴിവുകേടുമില്ല. മരിച്ച് നാറ്റം വെച്ച് 4 നാളായ ദേശം മൊത്തം നാറ്റം വെച്ച വിഷയത്തെ എൻ്റെ ദൈവം വിളിച്ച് ജീവനോടെ പുറത്തെടുത്തെങ്കിൽ ഇന്ന് പകൽ യായിറോസിൻ്റെ മകളെ ജീവനോടെ പുറത്തെടുക്കാൻ എൻ്റെ ദൈവത്തിന് ഒരു കുഴപ്പമേ കഴിവുകേടുമില്ല. യേശു കർത്താവിനറിയാം, അവൾ മരിച്ചാൽ, അവൾ നാറ്റം വച്ചാൽ, അവൾ മണ്ണോട് മണ്ണായി അമർന്നാൽ എൻ്റെ വാക്കിൻ്റെ മുമ്പിൽ അവൾ പുറത്തു വരൂ. ഞാൻ വിളിച്ചാൽ അവൾ പുറത്തു വരൂ. കാരണം ഞാൻ തന്നെ പുനരുത്ഥാനമെന്ന് പറഞ്ഞ ആമേ ജീവന്റെ ഉടമസ്ഥൻ ആമേ നിൽക്കുകയാണ്. ഇന്ന് പകൽ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. നമ്മുടെ വിഷയങ്ങൾ നമുക്കാണ് വിഷയം, യേശുവിനതൊരു വിഷയമല്ല. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കാണ് വലുത്, ദൈവത്തിനത് നിസാരമാണ്. നമ്മൾ ചില വിഷയങ്ങളെ ഓർത്ത് ഉറങ്ങാതെ കിടക്കുന്നു. കർത്താവേ, മക്കളെ നീ ഉറങ്ങിക്കോ, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, ഞാനത് ക്ലിയർ ചെയ്തോളാം, ഞാനത് ചെയ്തോളാം. ഇന്നു പകൽ ചിലത് ഓർത്തു ഇന്നോ പകൽ ഭാരത്തോടെ ഇരിക്കുന്ന ചിലരുണ്ട്. നാളത്തെ കാര്യം എന്തായി തീരും, കുഞ്ഞിൻ്റെ കാര്യം എന്തായി തീരും, കുടുംബത്തിലെ കാര്യം എന്തായി തീരും, ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ ഇനി ജീവിക്കും, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ വിഷയങ്ങൾ, നാളത്തെ വിഷയങ്ങൾ എങ്ങനെ എന്ന് പറഞ്ഞ് ഇന്നോ പകൽ ഇതിനകത്തിരുന്ന് നീറുന്ന ചിലരുണ്ട്, ഇതിനകത്തിരുന്ന് ഭാരപ്പെടുന്ന ചിലരുണ്ട്. ഇന്നോ പകൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ആമേ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ടെൻഷനുകൾ, നമ്മുടെ വേദനകൾ ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധി ഇട്ടുകൊണ്ട് അവൻ നിന്നെ പുലർത്തു. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തു. ഇന്ന് പകൽക്കാലം നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എൻ്റെ ദൈവത്തിന് അതൊരു വിഷയമല്ല. ഇന്ന് പകൽക്കാലം അതിനെ ക്ലിയർ ചെയ്തു തരാൻ എൻ്റെ ദൈവം മതിയായ. ഹല്ലേലൂയ. യേശു കർത്താവ് ആ വാക്ക് കേട്ട് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്
ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒറ്റ വാക്ക്, ഭയപ്പെടേണ്ട. യേശു പറയാ ഭയപ്പെടേണ്ട. ഭയപ്പെടുത്തുന്ന ഒരുപാട് വാക്കുകൾ പള്ളിപ്രമാണിയുടെ ചുറ്റും കേൾക്കുകയാണ്. ഓ, കുഞ്ഞ് മരിച്ചുപോയി, ഇനി എന്ത് ചെയ്യും? നിനക്കിനി കുഞ്ഞില്ലല്ലോ, നിനക്കിനി ആരുമില്ലല്ലോ, നീ ഇനി എന്ത് ചെയ്യും? അവന് ഭയപ്പെടുത്തുന്ന, അവൻ ചിന്തിക്കുമ്പോൾ ഭയപ്പെടാൻ, ഓ ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ്, എൻ്റെ ജീവിതത്തിൽ സന്തോഷം വന്ന അതാണ്, അത് നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എന്തിന് ജീവിക്കണം? ഇനി ഞാൻ എങ്ങനെ ജീവിക്കുക? ഇനി എന്തിനാ ജീവിക്കേണ്ടത്? ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ സന്തോഷം പോയല്ലോ, എൻ്റെ സമാധാനം പോയല്ലോ. ഞാൻ ജീവിച്ചത് അവക്ക് വേണ്ടിയായിരുന്നു, ഞാൻ ജീവിച്ചത് അവന് വേണ്ടിയായിരുന്നു, ഞാൻ ജീവിച്ചതെല്ലാം അതിനു വേണ്ടിയായിരുന്നു. പക്ഷേ എല്ലാം പോയല്ലോ. ഇനി ആർക്ക് വേണ്ടിയാ? ഇനി എന്തിനു വേണ്ടിയാ ഞാൻ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് യായിറോസ് വളരെ കരഞ്ഞു കാണാം. അല്ലേ? ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തെക്കാൾ അധികമായി ഒന്നിനെയും നമ്മൾ സ്നേഹിക്കാൻ പോകരുത്. നമ്മുടെ കുടുംബത്തെ ആയാലും, നമ്മുടെ കുഞ്ഞുങ്ങളെ ആയാലും, നമ്മുടെ വസ്തുക്കളായാലും, നമ്മുടെ സമ്പത്തായാലും, നമ്മുടെ എന്തു തന്നെയാണെങ്കിലും ദൈവത്തെക്കാൾ, ശുശ്രൂഷയേക്കാൾ, ആത്മീകത്തെക്കാൾ ഒന്നിനെയും നമ്മൾ കാണരുത്. അങ്ങനെയെങ്കിൽ പല നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അബ്രഹാമിന് ദൈവം 75-ാമത്തെ വയസ്സിൽ തലമുറ, 99-ാമത്തെ വയസ്സിൽ തലമുറയെ കൊടുത്ത്, ആ അബ്രഹാം ആ വയസ്സുകാലത്ത് കിട്ടിയ തലമുറയെ മാത്രം സ്നേഹിച്ച് അതിനോടൊപ്പം ചേർന്ന് നിന്നപ്പോ ദൈവം പറയുകയാ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ നിന്റെ മകനെ മോറിയയിൽ ഒരു മലയിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ കൊണ്ട് യാഗം കഴിക്കാൻ. നമ്മൾ ഏതിനെ അമിതമായി സ്നേഹിക്കുന്നുവോ അത് നമ്മളെ വിട്ട് നഷ്ടപ്പെടും. നമ്മൾ ഏതിനെ അമിതമായി വിശ്വസിക്കുന്നുവോ അവർ നമുക്ക് നല്ല പണി തരും. നമ്മൾ ഏതിനെ അമിതമായി നമ്മൾ സ്നേഹിക്കുന്നുവോ അവരിലൂടെ നമ്മൾ വേദനപ്പെടും. ഇന്നും പകൽ നമ്മൾ ഏതിനെ അമിതമായി സ്നേഹിക്കുന്നുവോ അത് നമ്മളെ വിട്ട് നഷ്ടപ്പെടും. നമ്മൾ ഏതിനെ അമിതമായി വിശ്വസിക്കുന്നുവോ അത് നമുക്ക് ഒരു കണിയായി തീരും. നമ്മൾ ഏതിനെ അമിതമായി ആശ്രയിക്കുന്നുവോ അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ബാധ്യതയാകും. നമ്മൾ ഏതിനെ അമിതമായി കരുതുന്നുവോ അത് നമുക്ക് വേദനയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആരെ വിശ്വസിക്കുന്നുവോ അവർ നമുക്ക് പണിയായി തീരും. നമ്മൾ ഏറ്റവും കൂടുതൽ ആരെ വിശ്വസിക്കുന്നു അവർ നമ്മളെ അവസാനം ചതിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ആരെ കരുതുന്നുവോ അവർ നമുക്ക് ഒരു വേദനയായി തീരും. ഇന്ന് പകൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെ സ്നേഹിക്കുന്നുവോ അതിനെ ഓർത്ത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ദുഃഖിക്കും. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെ സ്നേഹിക്കുന്നുവോ അതിനെ ഓർത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ദുഃഖിക്കേണ്ടി വരും. നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിൽ വിശ്വസിക്കുന്നുവോ അത് നമുക്ക് ഒരു തലവേദനയായി മാറും. നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെ ആശ്രയിക്കുന്നുവോ അത് നമ്മളെ വിട്ട് അധിക താമസവിനാ പോകും. നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിൽ ആശ്രയിക്കുന്നുവോ അത് നമുക്ക് ഒരു കണിയായി അധിക താമസവിനായി മാറും. നമ്മൾ എന്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവോ അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ വലിയ വേദനയായി മാറും. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ നീ എല്ലാത്തിനെയും സ്നേഹിക്കുക. യായിറോസിന്റെ മകൾ മരിച്ചു പോയപ്പോൾ അവൻ ഭയപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആൾ വന്നു പറയുകയാ, ആമേൻ, കുഞ്ഞു മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അവിടെ ദൈവവചനം പറയുന്നത് ആമേൻ വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നിട്ട് കർത്താവ് പറഞ്ഞ എന്തുവാ? ഹല്ലേലൂയ. നിങ്ങളുടെ ആരാവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല. നിങ്ങളുടെ ആരാവാരവും കരച്ചിലും ഈ ദുഃഖവും കണ്ണുനീരും പ്രശ്നങ്ങളൊക്കെ എന്തിനാ? കുട്ടി മരിച്ചിട്ടില്ല. കുട്ടി മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ നാട്ടുകാരെല്ലാം കൂടി മുഖത്തോടും മുഖം നോക്കി പറഞ്ഞു കാണും, ഇവന് ഭ്രാന്ത. ആ കൊച്ചിന്റെ നാടി പിടിച്ചു നോക്കിയത് ഞാനാ,
അവളുടെ കാല് കൂട്ടിക്കെട്ടിയത് ഞാനാ, അവിടെ നാടി കൂട്ടിക്കെട്ടിയത് ഞാനാ, അവിടെ മൂക്കിൽ പഞ്ഞി വെച്ചത് ഞാനാ, അവൾക്ക് അവസാനം വെള്ളം കൊടുത്തത് ഞാനാ. അവൾ മരിച്ചിട്ട് മണിക്കൂറുകളായി. അവളെ അടക്കിയില്ലെങ്കിൽ ഇതാ നാറ്റം വെച്ച് തുടങ്ങാൻ പോകുകയാണ്. അവൾ മരിച്ചിട്ട് മണിക്കൂറുകളായി. എന്നിട്ട് ഇതാ ഒരുത്തൻ വന്ന് പറയുന്നു, കുട്ടി മരിച്ചിട്ടില്ലെന്ന്, കുട്ടി മരിച്ചിട്ടില്ലെന്ന്. അവിടെ നാട്ടുകാരും ഡോക്ടർമാരും വീട്ടുകാരും മുഴുവൈദ്യനും എല്ലാം പറയുന്നു മരിച്ചു മരിച്ചു മരിച്ചു. എന്നാൽ യേശു പറയുന്നു മരിച്ചിട്ടില്ല. യേശു പറയുന്നു മരിച്ചിട്ടില്ല. ലോകം പറയുന്നു മരിച്ചു. യേശു പറയുന്നു മരിച്ചിട്ടില്ല. ലോകം പറയുന്നു ഇംപോസിബിൾ, ദൈവം പറയുന്നു പോസിബിൾ. ലോകം പറയുന്നു അസാധ്യം, ദൈവം പറയുന്നു സാധ്യം. ലോകം പറയുന്നു നടക്കത്തില്ല, ദൈവം പറയുന്നു നടക്കൂ. ലോകം പറയുന്നു ഇല്ല, ദൈവം പറയുന്നു ഉണ്ട്. ലോകം പറയുന്നു മരിച്ചു, ദൈവം പറയുന്നു മരിച്ചിട്ടില്ല. ഇന്നു പകൽ ദൈവം പറയുന്നു ഇല്ല കുഞ്ഞെ, തീർന്നിട്ടില്ല. ലോകം നിന്നെ നോക്കി തീർന്നെന്ന് പറഞ്ഞപ്പോ, ലോകം നിന്നെ നോക്കി മരിച്ചെന്ന് പറഞ്ഞപ്പോ, ലോകം നിന്നെ നോക്കി അവസാനിച്ചെന്ന് പറഞ്ഞപ്പോ, ലോകം നിന്നെ നോക്കി ആമേ തീർന്നെന്ന് പറഞ്ഞപ്പോ, ഇന്നു പകൽക്കാലം ഉടയവൻ വന്നു പറയുകയാ തീർന്നിട്ടില്ല. ഉടയവൻ വന്നു പറയാ അവസാനിച്ചിട്ടില്ല. ഉടയവൻ വന്നു പറയാ മരിച്ചിട്ടില്ല. ഇന്നു പകൽക്കാലം ലോകം എന്തും പറയട്ടെ, കുടുംബക്കാർ എന്തും പറയട്ടെ, ബന്ധുക്കൾ എന്തും പറയട്ടെ, പള്ളിക്കാർ എന്തും പറയട്ടെ, ഇന്നോ പകൽ നിന്നെ നോക്കി അസാധ്യമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, നിന്നെ നോക്കി തീർന്നെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, നിന്നെ നോക്കി മരിച്ചെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, നിന്നെ നോക്കി ഇനി ഇല്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇന്നോ പകൽ ഉണ്ട്, തീർന്നിട്ടില്ല, മരിച്ചിട്ടില്ല എന്ന് ഇന്നോ പകൽ കർത്താവ് പറയുകയാ. മരിച്ചിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. നീ മരിക്കുന്നത് കാത്തു കിടക്കുക നിന്നെ കുഴിയിലാക്കാൻ. നിന്റെ ശ്വാസം പോകുന്നത് നോക്കി നിൽക്കുക നിന്നെ അവസാനിപ്പിക്കാൻ. നിന്റെ പ്രാണൻ പോകുന്നത് നോക്കി നിൽക്കുക നിന്നെ പെട്ടിയിലാക്കാൻ. ഇന്ന് പകൽക്കാലം റീത്തും ഓർഡർ ചെയ്ത് പെട്ടിക്ക് കാശും കൊടുത്ത് കുഴിവെട്ടാൻ സ്ഥലവും നോക്കി ഇന്ന് പകൽക്കാലം ഒരു കൂട്ടം പേർ നിന്റെ പുറകെ നടക്കുമ്പോ, ഇന്ന് പകൽ ഞാൻ പറയാ ജീവന്റെ ഉടമസ്ഥൻ നിന്റെ പ്രാണന് നീട്ടാൻ പോകുകയാ. നിനക്കൊരു ദുർവ്യാധി പിടിച്ചു, നീ കിടപ്പിലായി, ഇനി എഴുന്നേക്കത്തില്ല, ഇനി എഴുന്നേക്കത്തില്ലെന്ന് വീട്ടിന്റെ അകത്തുള്ളവർ പറഞ്ഞാലോ, നിന്റെ കൂടെ ആരാധിച്ചവർ പറഞ്ഞാലോ, നിന്റെ കുടുംബക്കാർ പറഞ്ഞാലോ, ഇന്ന് പകൽ യേശു പറയുന്നു മരിച്ചിട്ടില്ല, അവസാനിച്ചിട്ടില്ല, തീർന്നിട്ടില്ല. ഇതാ ഞാൻ തുടങ്ങാൻ പോ. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു. ഇന്ന് പകൽ പുതിയ ഒന്ന് ചെയ്യുന്നു. ആ കണ്ണുകളെ അടയ്ക്കാം, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നവരെ സമാധാനിപ്പിച്ചതാ. പക്ഷെ കുട്ടി മരിച്ചു, കൊച്ചു മരിച്ചു, മരിച്ചിട്ട് മണിക്കൂറുകളായി. യേശു കർത്താവ് അത് വിശ്വസിച്ചില്ല. ലോകപ്രകാരം അവൾ മരിച്ചു, വീട്ടിൻ്റെ അകത്തവൾ മരിച്ചു, കുടുംബക്കാരുടെ നടുവിൽ അവർ മരിച്ചു, ബന്ധുക്കളെല്ലാവരും കൂടെ അവളെ കൊന്നു, സകലരും കൊന്നു, വീട്ടുകാരും കൂടെ കൊന്നു, ബന്ധുക്കൾ കൂടെ കൊന്നു, പള്ളിക്കാരും കൂടെ അവളെ കൊന്നു. അവളെ കൈകൾ കാലുകൾ കൂട്ടിക്കെട്ടി മൂക്കിൽ പഞ്ഞി വച്ചു, എല്ലാവരും കൂടെ കൊന്ന് ആമെ പെട്ടിയിലാക്കി കിടത്തിയിരിക്കുമ്പോ എൻ്റെ യേശുവ് അവിടെ വന്ന് ഇവൾ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ കഥ അവിടെ അവസാനിക്കൂ. പിന്നെ കുഴിച്ചു മൂടുകയല്ലാതെ മറ്റൊരു നിർവാഹമില്ല. എല്ലാവരും കൊന്നു വച്ചതിന്, എല്ലാവരും മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന്, എല്ലാവരും മരിച്ചെന്ന് അവിടെ സീലടിച്ചതിന് എൻ്റെ യേശു പറയുന്നു കുട്ടി മരിച്ചിട്ടില്ല. ഇന്ന് പകൽ ഡോക്ടർ പറയുകയാ നീ മരിച്ചെന്ന്, ആമേ കുടുംബക്കാർ പറയുകയാ നീ മരിച്ചെന്ന്, നിന്റെ ബന്ധുക്കൾ പറയുക നീ മരിച്ചെന്ന്, നിന്റെ സഭയിലെ വിശ്വാസ കുടുംബങ്ങൾ പറയാ നീ മരിച്ചെന്ന്, നിന്റെ കൂടെ നടന്നവർ പറയാ മരിച്ചെന്ന്, നിന്റെ വീട്ടിന്റെ അകത്തുള്ളവർ പറയാ മരിച്ചെന്ന്. എന്നാൽ അവരോട് ചേർന്ന് മരിച്ചെന്ന് പറയാനല്ല എൻ്റെ യേശു നിന്റെ വീട്ടിൽ വന്നത്,
അവരോടൊപ്പം ചേർന്ന് ആമേ മരിച്ചെന്ന് പറയാനല്ല എൻ്റെ യേശു നിന്റെ അരികിൽ വന്നത്. അവർ പറഞ്ഞതിന് ഇന്നോ പകൽ തിരുത്തി പറയാൻ, ഇന്നോ പകൽ മരിച്ചെന്ന് പറഞ്ഞതിന് മരിച്ചില്ലെന്ന് പറയാൻ, തീർന്നെന്ന് പറഞ്ഞതിന് തീർന്നില്ലെന്ന് പറയാൻ, അവസാനിച്ചെന്ന് പറഞ്ഞതിന് അവസാനിച്ചില്ലെന്ന് പറയാൻ ഇന്ന് പകൽക്കാലം അതിനാ എൻ്റെ യേശു നിന്റെ ഭവനത്തിൽ വന്നത്. എല്ലാവരും പറയുന്നത് പോലെ പറയാനാണ് യേശു വന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇന്നോ പകൽ എല്ലാവരും പറയുന്നതിന് എതിരായി പറയാനാ ഇന്നോ പകൽ യേശു വന്നത്. നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും നിന്നെ നോക്കി തീർന്നെന്ന് നീ പറയുമ്പോൾ, നിന്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും അവസാനിച്ചെന്ന് പറയുമ്പോൾ, ഇന്നോ പകൽക്കാലം അവരോട് ചേർന്ന് അവസാനിച്ചെന്ന് പറയാനല്ല യേശു നിന്റെ ജീവിതത്തിൽ വന്നത്. അവരോടൊപ്പം ചേർന്ന് തീർന്നെന്ന് പറയാനല്ല യേശു നിന്നെ കരങ്ങളിൽ എടുത്തത്. അവരോടൊപ്പം ചേർന്ന് ആമേ എല്ലാം അവസാനിച്ചെന്ന് പറയാനല്ല, തീർന്നെന്ന് പറഞ്ഞെടുത്ത് തുടങ്ങാനാ. അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് തുടങ്ങാനാ. മരിച്ചെന്ന് പറഞ്ഞെടുത്ത് ജീവൻ തരാനാ. ഇന്നോ പകൽക്കാലം ആമെ പഞ്ഞി വച്ച് ആമെ പെട്ടിക്ക് ഓർഡറും ചെയ്ത് കുഴിയും വെട്ടി നിന്നെ കുഴിക്കകത്ത് വയ്ക്കാൻ വേണ്ടി ആമെ കാവൽ നിന്ന് അതിന് അനുവാദം ചോദിക്കാൻ നിൽക്കുന്നവിടെ നടുവിൽ ഇന്ന് പകൽക്കാലം ആമേൻ ഒരത്ഭുതം ചെയ്യാനാ എൻ്റെ യേശു വന്നത്. മരിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം നീ മരിച്ചിട്ടില്ല എന്ന് എൻ്റെ യേശു പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. പക്ഷെ പ്രവൃത്തിയാക്കി ദൈവം മാറ്റാൻ പോവാ. എല്ലാവരും നിന്നെ നോക്കി തീർന്ന് അവസാനിച്ച് ഇനിയില്ല, ഇല്ല, ഇനി അവൻ എഴുന്നേക്കത്തില്ല. അവൻ്റെ കഥ തീർത്തു, ഞങ്ങൾ തീർത്തു. ഇനി അവൻ ഒരിടത്തും തലപൊക്കത്തില്ല. ഇനി ആരുടെ മുമ്പിലും തലപൊക്കത്തില്ല. അവൻ്റെ വഴികളെല്ലാം ഞങ്ങൾ അടച്ചു. അവൻ്റെ ശുശ്രൂഷയെ അവസാനിപ്പിച്ചു. അവൻ്റെ ആത്മീകം അവസാനിപ്പിച്ചു. അവൻ്റെ കുടുംബത്തെ അവസാനിപ്പിച്ചു. അവൻ്റെ തലമുറകൾ ഇനി എഴുന്നേക്കുന്നതൊന്ന് കാണട്ടെ. അവനൊന്ന് എഴുന്നേക്കുന്നത് കാണട്ടെ. അവനിനി എഴുന്നേക്കുന്നതൊന്ന് കാണട്ടെ. ഞങ്ങൾ അടച്ച് എല്ലാ പഴുതുകളും അടച്ച്, എല്ലാ വഴികളും അടച്ച്, എല്ലാം അടച്ച് ഇനി എഴുന്നേക്കത്തില്ല. ഇന്ന് പകൽക്കാലം അടച്ചതിന്റെ അപ്പുറം തുറക്കാൻ ഇന്ന് പകലിന്റെ നാഥൻ വന്നിട്ടുണ്ട് കേട്ടോ. അടച്ചതിനെ തുറക്കാൻ, അടച്ചതിനെ തുറക്കാൻ ഇന്ന് പകലിന്റെ യേശു വന്നിട്ടുണ്ട്.